ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ മഹീന്ദ്രയുടെ XUV 3X ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് ഈ വാഹനം ഇറങ്ങിയത്. ആൻഡ് ഇത്രയും കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര വലിയ സെയിൽസ് സക്സസ് ഒന്നും ഉണ്ടായിരുന്ന ഒരു വാഹനമല്ലായിരുന്നു XUV 300. പക്ഷേ എന്നാൽ ഈ വാഹനത്തിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ മൊത്തം മാറി. മറ്റേ വണ്ടി ഏകദേശം ഒരു 4000, 4500, 5000 വരെയൊക്കെയാണ് മാക്സിമം ഒരു മാസം വിറ്റുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് ഈ സെഗ്മെൻറ്റിൽ പറയാവുന്നതിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും താഴെ എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ മെയിൻ പ്ലെയേഴ്സായ നെക്സോണും അതുപോലെ ബ്രസയൊക്കെ ഒരു മാസം മിക്കവാറൊക്കെ 15000 മുകളിൽ വിൽക്കുന്നതാണ്. കഴിഞ്ഞ മാസം ചെറിയ വ്യത്യാസം വന്നു. ബ്രസ 17,000 പോയി, പക്ഷേ നെക്സോൺ 11,000 താഴേക്ക് വന്നു. പക്ഷേ മിക്ക മാസങ്ങളിലും 15,000 രണ്ട് വണ്ടികളും വിൽക്കാറ്. അതുപോലെ നമ്മുടെ സോണറ്റ് ഏകദേശം 8,000-9,000 ആ റേഞ്ച് വരും. അതുപോലെ വെന്യൂ 10,000 to 12,000 ആ റേഞ്ചിലേക്ക് വരും. ഈവൻ ദോ കഴിഞ്ഞ മാസം 9,000 വരെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വെന്യൂവിൻ്റെ സെയിൽസ്. എനിക്ക് അതോടെ നിൽക്കട്ടെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ കേസിലേക്ക് വരാം. സോ ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ്സ് മഹീന്ദ്ര മെയ് 16 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്കിംഗ്സ് മാത്രമേ തുടങ്ങിയുള്ളൂ, ഡെലിവറി കൊടുത്ത് തുടങ്ങിയിട്ടില്ല. എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നായിരുന്നു. ഇതിൻ്റെ ഡെലിവറി മെയ് 26 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, മഹീന്ദ്രയുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് ബുക്കിംഗ്സ് ഇങ്ങനെ ചറപറ വരുന്നത്. അത് തന്നെ അവർ ഈ വാഹനത്തിൻ്റെ കേസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 മിനിറ്റിൽ 27,000 ബുക്കിംഗ്സ് വന്നു എന്നാണ് അവർ പറയുന്നത്, അവരുടെ ബുക്കിംഗ്സിൻ്റെ വിൻഡോ ഓപ്പൺ ആയ സമയം തൊട്ട്. അതുപോലെ മറ്റേ വണ്ടികളിലൊക്കെ കേസ് പോലെ 1 മണിക്കൂറിൽ 50,000 ബുക്കിംഗ്സ് വരെ ഈ ഒരു വാഹനത്തിന് ലഭിച്ചു എന്നും അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്തോരം കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇതുവരെ അവർക്ക് എന്തോരം ബുക്കിംഗ്സ് കിട്ടി എന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഈ ഒരു കണക്ക് മഹീന്ദ്ര എപ്പോഴും പറയുന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം തുടങ്ങി വെച്ച നമ്മുടെ XUV 700 ആണ്. ആ വണ്ടിയും ലോഞ്ച് ചെയ്ത സമയത്ത് ഭയങ്കര അഗ്രസീവ് പ്രൈസിംഗ് ഒക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൽ 25,000 ബുക്കിംഗ്സ് ആണ് ആ വാഹനത്തിന് ലഭിച്ചത്. പക്ഷെ അത് അങ്ങനെ അത് കഴിഞ്ഞ് സ്കോർപിയോ ഇറങ്ങി കഴിഞ്ഞപ്പം അവർ അരമണിക്കൂറിൽ 1,00,000 ബുക്കിംഗ്സിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, മഹീന്ദ്ര ബീങ് മഹീന്ദ്ര ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വാഹനത്തിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് അത്ര ഭയങ്കര മോഡേൺ ഒന്നും അല്ലാത്തൊരു വാഹനം അവരെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈനും മാറ്റി. അതുപോലെ ഇൻറ്റീരിയറിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സെഗ്മെൻറ്റ് ബസ് ഫീച്ചേഴ്സ്, ഇപ്പോൾ ലെവൽ 2 അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം, പാനറോമിക് സൺറൂഫ്, പിന്നെ 2 10.25 ഇഞ്ചസിൻ്റെ സ്ക്രീന്, അങ്ങനെയൊന്നും പറയണ്ട, അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഇപ്പം ആകെപ്പാട് എനിക്ക് ഇതിനകത്ത് മിസ്സായി പോകുന്നത് എന്ന് തോന്നിയത് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മഹീന്ദ്ര ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവേ മഹീന്ദ്രയുടെ വണ്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിടുന്ന വെയിറ്റിംഗ് പീരീഡ് ആണ്. ആൾക്കാരിങ്ങനെ ചറപറ ബുക്ക് ചെയ്യും, ആർക്കും വണ്ടിയും കിട്ടില്ല. 2-3 വർഷം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് നീണ്ടു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ തന്നെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് വേറെ ഏതെങ്കിലും വണ്ടിയിലേക്ക് പോകും. ഇതാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും മഹീന്ദ്ര ഓൾറെഡി 10,000 വണ്ടികൾ അവിടെ ചെയ്ത്, അതായത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു മാസത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർ ഇട്ടിരിക്കുന്ന 9,000 വണ്ടികളാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്കോർപിയോൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവായിരുന്നു, 6,000 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കരമായ വെയിറ്റിംഗ് പീരീഡിലേക്കൊക്കെ പോയത്. ഇപ്പോൾ അവർ സ്കോർപിയോ എന്നും ക്ലാസിക്കും രണ്ടും കൂടി ഒരു മാസം 15,000 വണ്ടികൾ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും അത്രയും വിലയുള്ളൊരു വാഹനം എന്നുകൂടി ആലോചിക്കണം. അതുപോലെ XUV 700 ഏകദേശം 5,000, 6,000 ആ റേഞ്ചിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെയും 9,000 എന്ന് പറയുമ്പോൾ അത്യാവശ്യം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ഫിഗറാണ്. കാരണം പൊതുവേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സോണറ്റ് ഏകദേശം ആ റേഞ്ചിലാണ് പോകാറുള്ളത്. അതുപോലെ വെന്യൂ കഴിഞ്ഞ മാസം ആ റേഞ്ചിലേക്ക് വന്നുള്ളൂ. സാധാരണ അതിലും മുകളിലാണ് വരാറുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു 4th പൊസിഷനൊക്കെ പിടിക്കാൻ പറ്റും. ഇനി വെന്യൂ ചില മാസങ്ങളിൽ താഴേക്ക് സെയിൽസ് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് 3rd പൊസിഷനും പിടിക്കാൻ പറ്റും. കാരണം 1st ഉം 2nd പൊസിഷൻ മിക്കവാറും ഒന്നെങ്കിൽ നെക്സോൺ ആയിരിക്കും, അല്ലെ ബ്രസ ആയിരിക്കും. അത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ മഹീന്ദ്ര വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ, അതായത് 2027 ആകുമ്പോഴേക്കും അവർ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിൻ്റെ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് 1st അല്ലെങ്കിൽ 2nd പ്ലേസിലാണ് എന്നാണ്. 2nd പ്ലേസ് പിടിക്കാൻ അവർ അത്യാവശ്യം ബുദ്ധിമുട്ടും. 3rd പ്ലേസ് വരെ അവർക്ക് ഈസി ആയിട്ട് കിട്ടും. കാരണം 10,000 മുകളിൽ പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ അത് വേണമെങ്കിൽ ഒപ്പിക്കാവുന്നുള്ളൂ. പക്ഷേ 1st ഉം 2nd ഉം അത്യാവശ്യം നല്ല പാടാണ്. അത് നമ്മുടെ നെക്സോണും അതുപോലെ ബ്രസയും കൂടെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പം ചില മാസങ്ങളിൽ ബ്രസ നെക്സോണിനെ ഓവർടേക്ക് ചെയ്യും, ചില മാസങ്ങളിൽ നെക്സോൺ ബ്രസ ഓവർടേക്ക് ചെയ്ത് നമ്പർ 1 ആവും. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. മിക്കവാറും ഈ 2 വണ്ടികളുടെയും 16,500, 17,000 വരെ അങ്ങനെ പോകാറില്ല. പക്ഷെ എന്നാലും 15,000 to 16,500 മിക്കവാറും ഒക്കെ കിടന്ന് കളിക്കാറുള്ളത്. അപ്പോൾ അത്രയും വരെ അവർ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ചെയ്ത് വരേണ്ടി വരും. ആൻഡ് ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങിയതുകൊണ്ട് ടാറ്റയ്ക്കാണ് ഏറ്റവും വലിയ പണി കിട്ടിയെന്ന് തോന്നുന്നു. അവർ ഇഷ്ടം പോലെ അപ്ഗ്രേഡ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സുസുക്കിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്ക് പിന്നെ ബ്രസയിൽ ഓൾറെഡി ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഇല്ല. അതായത് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സേ ഉള്ളൂ. ഈ 2 വണ്ടികളിൽ വരുന്ന പകുതി ഫീച്ചേഴ്സ് പോലും അതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് അവരങ്ങനെ പ്രത്യേകിച്ച് അപ്ഗ്രേഡ് ചെയ്യാനോ വേറെ വണ്ടി മാറ്റാനൊന്നും പോയിട്ടില്ല. പക്ഷേ ടാറ്റ ഇപ്പം നെക്സോണിൻ്റെ പുതിയൊരു വേർഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു അപ്ഡേറ്റഡ് മോഡൽ പോലെ. അതിൻ്റെ അകത്ത് അവർ പാനറോമിക് സൺറൂഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ XUV 3X നമുക്ക് സബ് 4 മീറ്റർ കാറ്റഗറിയിൽ ആദ്യമായിട്ട് ഇപ്പോൾ പാനറോമിക് സൺറൂഫ് കിട്ടി തുടങ്ങിയത്. അപ്പോൾ പിന്നെ ടാറ്റ എന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ, അവർക്കും കൊടുത്തല്ലേ പറ്റും. അതുകൊണ്ട് അവരും ഇപ്പോൾ പാനറോമിക് സൺറൂഫ് വെച്ചിട്ടുള്ള വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി.
ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ പ്രൈസ് പോയിന്റ് നെക്സോണിൽ കിട്ടി തുടങ്ങുന്നത്. പക്ഷേ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നമ്മളിപ്പോൾ പ്രൈസിങ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മിക്ക വേരിയൻസും XUV 3XOയുടെ നമ്മുടെ നെക്സോണിനേക്കാൾ ചീപ്പറാണ്. അതിപ്പോൾ പെട്രോൾ എടുക്കുകയാണെങ്കിലും ഡീസൽ എടുക്കുകയാണെങ്കിലും. പ്രത്യേകിച്ച് XUVയുടെ MPFI വേരിയൻസ് ഉണ്ട്, എം ഫാൽക്കൺ പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്നത്. അതായത് 1.2 ലിറ്റർ മറ്റേ 110 bhp 200 ടോർക്കും വെച്ച് വരുന്ന മോഡൽ ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും കിട്ടും, അതുപോലെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും വലിയ വിലയില്ലാണ്ട് കിട്ടും. നെക്സോൺ പക്ഷേ ഏകദേശം സിമിലർ കിട്ടുന്ന വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിന് ഫീച്ചേഴ്സ് കുറവായിരിക്കും ഈ വാഹനത്തെക്കാളും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ഈവൻ ഇത് അവരുടെ സ്വന്തം വണ്ടിയല്ല. സ്വന്തം വണ്ടിയല്ലെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോം അല്ല, ഇത് നമ്മുടെ സാങ്യോങ് ടിവോലിയുടെ പ്ലാറ്റ്ഫോമാണ്. അത് അവർ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ മാക്സിമം മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത്. സ്വന്തം പ്ലാറ്റ്ഫോം അല്ലാന്നിട്ട് കൂടി അവർ മാക്സിമം ലോക്കലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് ഇത്രയും കുറച്ചിട്ടുണ്ട്. 7.5 lakhs സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ സെഗ്മെൻറ്റിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സപ്പോമീറ്റർ SUV ഇത് തന്നെയായിരിക്കും. ഈ മറ്റേ മാഗ്നൈറ്റും കൈഗറും ഒക്കെ കൂട്ടിയില്ല എങ്കിൽ. പക്ഷെ അത് കൂട്ടേണ്ട കാര്യമില്ല, കാരണം ആ രണ്ട് വണ്ടികളുടെയും ബേസിക് വേരിയൻസ് ഒരു വില കുറയ്ക്കാനായിട്ട് 1 ലിറ്റർ എണ്ണ പെട്രോളാണ് കൊടുത്തിരിക്കുന്നത്. ആകെ 72 bhp ഉള്ളൂ. അതിൻ്റെ തന്നെ ടർബോ വേരിയൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ XUV 3XOയേക്കാൾ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വണ്ടികളുടെ പ്രൈസിനെ അവർ അണ്ടർകട്ട് ചെയ്തിട്ടാണ് മഹീന്ദ്ര ഈ വണ്ടി പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതും എണ്ണ പെട്രോളൊന്നും കൊടുക്കാതെ. ഈവൻ നമ്മുടെ സോണക്കിലും മെനുവിലും ഒക്കെ ഹ്യുണ്ടായും കിയയും കൊടുക്കുന്ന 1.2 എണ്ണ പെട്രോളാണ്. അങ്ങനെയാണ് അവർ 7.9 to 8 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതെ തന്നെ മഹീന്ദ്ര ഈസി ആയിട്ട് അതിനെ അണ്ടർകട്ട് ചെയ്ത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഇനീഷ്യൽ പ്രൈസിംഗ് ആണ്. ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അത് കൂടും. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ വില. ചിലപ്പോൾ 8 ലക്ഷം അല്ലെങ്കിൽ 8.5 ലക്ഷത്തിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നമുക്ക് 9.99 lakhs MX3 Pro എന്ന് പറയുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സുള്ള മോഡൽ കിട്ടും. സൺറൂഫും 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റും എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ളത്. ഇപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ഓട്ടോ AC ഇല്ല. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ വില 11 lakhs ഒക്കെ ആയേക്കാം എക്സ്ഷോറൂം. അതുപോലെ ഓട്ടോമാറ്റിക്കും ഇപ്പോൾ അവർ MX2 Proയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 9.99 lakhs വെച്ചിട്ടാണ്. അതും അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ്. പിന്നെ നമുക്ക് MX3 ഉണ്ട്, MX3 Pro ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ അവർ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഈ പറയുന്ന 1.2 TGDI അല്ലാത്ത MPFI മോഡൽസിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ വാഹനം കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ടോപ്പ് ആൻഡ് MPFI മോഡൽസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ പ്രൈസാണ് ഏറ്റവും നല്ലത്. പിന്നെ TGDI എടുക്കേണ്ട ആവശ്യവും നമുക്ക് ചിലപ്പം ഡേ ടു ഡേ ലൈഫിൽ വന്നേക്കണമെന്നില്ല, കാരണം അത് ഭയങ്കര പവർഫുള്ളാണ്. 130 bhp ഒക്കെ ഉണ്ട്, 230 Nm ടോർക്കും ഉണ്ട് സ്റ്റോക്കായിട്ട്. 250 Nm ടോർക്ക് നമുക്ക് ഓവർ ബൂസ്റ്റിലൊക്കെ കിട്ടും. പക്ഷേ മറ്റതിൻ്റെ അകത്ത് സഫിഷ്യൻറ്റ് പവർ ഉണ്ട്. ഈവൻ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന നെക്സോണിലും വരുന്ന MPFI പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അത് 1.2 ആണ്. അതിനകത്ത് പറഞ്ഞു വരുമ്പോൾ 120 bhp ഒക്കെ ഉണ്ടെങ്കിലും XUV 3XO ആണ് അതിൻ്റെ എഞ്ചിനേക്കാൾ കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റായിട്ടും റിഫൈൻഡ് ആയിട്ടും തോന്നുക. എനിവേ ഗൈസ്, അതാണ് നമ്മുടെ XUV 3XOയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.